2024 അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിന് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഇക്വഡോർ വേദിയാകും. 2024 സെപ്റ്റംബർ 8 മുതൽ 15 വരെ ലോകത്തെ സുഖപ്പെടുത്താൻ സാഹോദര്യം, നിങ്ങളെല്ലാം സഹോദരർ എന്ന ആപ്തവാക്യവുമായി 53ാമത് അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്തപ്പെടുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. 2024 ഈശോയുടെ തിരുഹൃദയത്തിന് ഇക്വഡോർ സമർപ്പിക്കപ്പെട്ടതിന്റെ 150ാം വാർഷികം ആഘോഷിക്കുന്ന പശ്ചാത്തലം കണക്കിലെടുത്താണ് ഫ്രാൻസിസ് പാപ്പ 2024 ദിവ്യകാരുണ്യ കോൺഗ്രസിന് ഇക്വഡോർ വേദിയാക്കാൻ തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം 2021 വത്തിക്കാൻ പുറത്തുവിട്ടിരുന്നു. എന്നാൽ 2024 സെപ്റ്റംബർ 8 മുതൽ 15 വരെ ലോകത്തെ സുഖപ്പെടുത്താൻ സാഹോദര്യം, നിങ്ങളെല്ലാം സഹോദരർ എന്ന ആപ്തവാക്യത്തോടെ 53ാമത് അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്തപ്പെടുമെന്ന് വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. പരിശുദ്ധ കുർബാനയിൽ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ സാന്നിധ്യത്തിന് സാക്ഷ്യം നൽകുക, സഭാജീവിതത്തിൽ ആരാധനാക്രമം, കുർബാന തുടങ്ങിയവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ അവസരമൊരുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ലിയോ 13 പാപ്പ 1881 ആദ്യത്തെ ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിച്ചത്. പ്രസ്തുത കോൺഗ്രസിന് ഫ്രാൻസ് വേദിയാവുകയും ചെയ്തിരുന്നു. ദിവ്യബലി അർപ്പണം, ദിവ്യകാരുണ്യ ആരാധന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവയ്ക്ക് പുറമെ ആത്മീയ പ്രഭാഷണങ്ങൾ, മതബോധനങ്ങൾ, സഭാ നേതാക്കളുടെയും കത്തോലിക്ക പ്രഭാഷകരുടെയും സാക്ഷ്യങ്ങൾ എന്നിവയും പല ദിനങ്ങളായി നീളുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ സവിശേഷതകളാണ്. 53ാമത് അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിന് ഇക്വഡോറിലെ ക്യൂറ്റോ നഗരം വേദിയാകുമെന്ന വത്തിക്കാന്റെ പ്രഖ്യാപനത്തോടെ തിരുഹൃദയത്തിന് ഇക്വഡോർ സമർപ്പിതമായതിന്റെ 150ാം വാർഷികവും ദിവ്യകാരുണ്യ കോൺഗ്രസും വിപുലമാക്കാനുള്ള ശ്രമത്തിലാണ് ഇക്വഡോറിയൻ സഭ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.